Hello viewers, welcome back to our channel, my Inner World Malayalam. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ബിഗിനേഴ്സ് പ്രായം പോസ്റ്റ് ബിഗിനേഴ്സ് പ്രായം ഡീറ്റെയിൽ ആയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ എല്ലാവർക്കും ചെറിയ കൺഫ്യൂഷൻ കാണും. അതായത് ഏത് പ്രായത്തിൽ തൊട്ടാണ് ശരിക്കും ബ്രാ ഇട്ട് തുടങ്ങേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ബ്രാ ഇട്ട് തുടങ്ങാൻ ഇന്ന പ്രായം എന്നൊന്നുമില്ല. അതായത് ഓരോരുത്തരുടെ ശരീര വളർച്ച അനുസരിച്ചിട്ട് ബ്രാ ഇട്ട് തുടങ്ങണ്ടേ. ചില കുട്ടികൾ 10-12 വയസ്സാകുമ്പോഴത്തേക്കും ശരീര വളർച്ച ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ആ ഒരു ഏജിൽ ബ്രാ ഇട്ട് തുടങ്ങേണ്ടി വരും. എന്നാൽ ചിലർക്ക് ശരീര വളർച്ച താമസമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ 15 വയസ്സ് കഴിഞ്ഞാലും ഇടേണ്ടി വരത്തില്ല. അപ്പം ബ്രസ്റ്റിന് സപ്പോർട്ട് വേണ്ടത് ഏത് പ്രായം തൊട്ടാണോ അന്നേരം തൊട്ട് നമ്മൾ ബ്രാ ഇട്ട് തുടങ്ങിയാൽ മതി. നമ്മൾ ഏറ്റവും ആദ്യം, അതായത് റെഗുലർ ബ്രാ ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം ഇട്ട് തുടങ്ങുന്ന ബ്രായാണ് ബിഗിനേഴ്സ് ബ്രാ. ഈ കാണുന്നത് ഒരു ബിഗിനേഴ്സ് ബ്രാ ആണ്. ഇപ്പോൾ ഇത് ബിഗിനേഴ്സ് ബ്രായുടെ പ്രത്യേകത, അതായത് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രസ്റ്റിന് താഴേന്ന് ബ്രസ്റ്റിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ബാൻഡ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാൻഡ് കാണും. പിന്നെ ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആയിരിക്കും. പിന്നെ റെഗുലർ ബ്രായിലെ പോലെ ഒരു സെപ്പറേഷൻ കാണില്ല. ഈ 3 കാര്യങ്ങളാണ് പൊതുവേ ബിഗിനേഴ്സ് ബ്രായുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞല്ലോ. എന്തിനാണ് ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് ഈ കാണുന്ന ഒരു ഷേപ്പ്, നമ്മളുടെ ബോഡിയുടെ ഷേപ്പ് നൽകുന്നത് സ്കെൽറ്റൽ സിസ്റ്റം ആണെന്നറിയാമല്ലോ. അതായത് ബോൺസ്, എല്ലുകളാണല്ലോ. അതായത് നമ്മുടെ കയ്യിൽ എല്ലുകളുണ്ട്, മുഖത്തുണ്ട്, കാലിലുണ്ട്, അങ്ങനെ വിരലുകൾ ഒക്കെ എല്ലുകൾ ഉണ്ട്. അതിനെ കവർ ചെയ്തിട്ട് ഫ്ലഷ് നിൽക്കുന്നതാണ് ഈ നമ്മളുടെ ബോഡിക്ക് ഷേപ്പ് നൽകുന്നത്. എന്നാൽ ബ്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റിനുള്ളിൽ ഈ പറയുന്ന ബോൺസ്, അതായത് എല്ലുകൾ ഇല്ല. പകരം ഇപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ സോഫ്റ്റ് ടിഷ്യൂസും ആ സോഫ്റ്റ് ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലിഗമെന്റ്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് ബോൺസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, നമ്മളുടെ ബ്രസ്റ്റ് നല്ലൊരു വേണ്ട സപ്പോർട്ട് നൽകിയില്ലെങ്കിൽ സാഗ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സാഗ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പഴയ ഒരു ഷേപ്പിലോട്ട് അതിനെ റീഗെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അതായത് നമ്മൾ ആ ബ്രസ്റ്റിനെ ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്തുള്ള ലിഗമെന്റ്സും സ്ട്രെച്ച് ആവും. പിന്നെ അത് പഴയ ഒരു സ്ഥിതിയിലെത്തണമെങ്കിൽ നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി ശ്രമിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ, അതായത് നമ്മളെ ബ്രസ്റ്റ് സാഗ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലർ ബ്രാ ധരിക്കുന്നതും ആ ഒരു പർപ്പസിനാണ്. അതായത് ബ്രസ്റ്റിന് വേണ്ട സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ബ്രാ ധരിക്കുന്നത്. അപ്പം വളർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തിൽ ജസ്റ്റ് താഴേന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് മാത്രം മതി. അതിനാണ് ബിഗിനേഴ്സ് ബ്രാ ആദ്യമായിട്ട് ധരിച്ചു തുടങ്ങുന്നത്. താഴേന്ന് സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ബോഡി പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രെച്ചബിൾ ഫാബ്രിക് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സ്ട്രെച്ചബിൾ ഫാബ്രിക് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വളരുന്ന പ്രായത്തിൽ ഷേപ്പ് തനിയായി വരുന്നതാണ്. നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് മോൾഡ് ഷേപ്പായിട്ട് ഉള്ള ബ്രാ ഇട്ട് കൊടുക്കുകയല്ലേ വരുന്നത്, ഷേപ്പ് തനിയായി വരും. അപ്പോൾ ആ ഒരു നമ്മളുടെ ബ്രസ്റ്റിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയൽ വേണം തുടക്കത്തിൽ നമ്മൾ ഇടേണ്ടത്. അതായത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്. മിക്കവരും വന്ന് നമ്മളെ ഷോപ്പിൽ വന്ന് ചോദിക്കാറുണ്ട്. ബിഗിനേഴ്സ് ബ്രായ്ക്ക് വരുന്നതായിരിക്കും, പക്ഷെ അവർ വന്ന് ചോദിക്കുന്ന മിക്കവാറും സ്പോർട്സ് ബ്രാ ഉണ്ടോയെന്നായിരിക്കും. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് വരുമ്പോൾ എന്ത് പർപ്പസിനാണ് ചോദിക്കുമ്പോഴായിരിക്കും മിക്കവാറും പറയുന്നത് ആദ്യമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാഴ്ചയിൽ ഇത് തമ്മിൽ സാമ്യമുണ്ട്. അതായത് സ്പോർട്സ് ബ്രായും ബിഗിനേഴ്സ് ബ്രായും ഒരുപോലെ തോന്നും, പക്ഷെ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സ്പോർട്സ് ബ്രാ നമ്മൾ പല ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഓടുക, ചാടുക, സുംബ ഡാൻസ്, അല്ലെങ്കിൽ ഫിസിക്കൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് സ്പോർട്സ് ബ്രാ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ബൗൺസ് ആയിട്ട് സാഗ് ആകാതിരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ലിഗമെന്റ്സിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സ് ബ്രാ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്ട്രെച്ചബിൾ ഫാബ്രിക് ആയിരിക്കത്തില്ല. അതിനെ ബൗൺസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാബ്രിക് ആയിരിക്കും സ്പോർട്സ് ബ്രായിൽ ഉപയോഗിക്കുന്നത്. അതപ്പോൾ ഒരു നോൺ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള, ഒത്തിരി സ്ട്രെച്ചബിൾ അല്ലാത്ത ഒരു ഫാബ്രിക് ആയിരിക്കും സ്പോർട്സ് ബ്രായിൽ ഉപയോഗിക്കുന്നത്. അപ്പം ബിഗിനേഴ്സ്, തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ബ്രാ ഇട്ട് തുടങ്ങാൻ ഉപയോഗിക്കുന്നവർ ഈ സ്പോർട്സ് ബ്രാ ഉപയോഗിച്ച് തുടങ്ങരുത്. അതായത് റെഗുലർ യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ സ്പോർട്സ് ബ്രാ ഉപയോഗിച്ച് തുടങ്ങരുത്. തുടങ്ങിയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റിയാണ് കൂടുന്നത്. അതായത് നമ്മളൊരു വളർച്ചയുടെ പ്രായത്തിൽ
നല്ല തിക്കായിട്ടുള്ള അല്ലെങ്കിൽ നോൺ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഉപയോഗിച്ചാൽ അതിൻ്റെ ആ ഒരു വളർച്ചയെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഷേപ്പ്ലെസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ആയിട്ട് വളരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ബിഗിനേഴ്സ് ബ്രാ ഉപയോഗിച്ച് തുടങ്ങണം. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നല്ല, റെഗുലർ ബ്രാ ആയിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇടാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ബ്രാ അല്ലെങ്കിൽ പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ അത് ആ ഒരു സ്റ്റേജ് അനുസരിച്ചിട്ട് ഉപയോഗിക്കണം. സ്പോർട്സ് ബ്രാ ഉപയോഗിക്കേണ്ടത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് വേണം അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പർപ്പസിനായിരിക്കണം സ്പോർട്സ് ബ്രാ ഉപയോഗിക്കുന്നത്. ചില കുട്ടികൾ ഇപ്പം ചെറിയ പ്രായത്തിലേ ഗ്രോത്ത് കൂടുതലുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പം പുറത്തോട്ട് പോകുമ്പോൾ മടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ മടി, അങ്ങനെയുള്ളവരിപ്പം ബിഗിനേഴ്സ് ബ്രായെ പറ്റി അറിവുണ്ടെങ്കിലും സ്പോർട്സ് ബ്രാ മേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. ബിഗിനേഴ്സ് ബ്രാ ഉപയോഗിക്കേണ്ട ആ ഒരു ഏജിൽ നമ്മളിപ്പം സ്പോർട്സ് ബ്രാ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ചെയ്യുന്നെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കംപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് പിന്നീട് ഒരു നല്ലൊരു ഏജ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുക നമ്മളുടെ ഷേപ്പ് നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അന്നേരം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യം തുടക്കത്തിലേ അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളുടെ ശരീരം നമ്മളുടെ ഇഷ്ടം, അതിപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കണ്ട. നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഷേപ്പ് നല്ലതാക്കി വരിക എന്നുള്ളത് ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വളരുന്ന പ്രായത്തിൽ വളരുന്ന സ്റ്റേജിൽ അതിന് വളർച്ചയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഉപയോഗിക്കുക. അതല്ല മറിച്ചാ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് വളർച്ചയെ ഒത്തിരി തോന്നരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഷേപ്പ് നല്ലതായിട്ട് വരണം, അല്ലെങ്കിൽ നമ്മളുടെ ബ്രസ്റ്റിന് സപ്പോർട്ടാണ് സ്പോർട്സ് ബ്രാ ഇട്ട് വരുമ്പോഴത്തേക്ക് സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുമെങ്കിലും അത് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും വരുന്നത്. ഷേപ്പ്ലെസ് ആയിട്ട് വരാനും അത് സൈഡിലോട്ടും അങ്ങനെയൊക്കെ മാറാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. നമുക്കിനി ബിഗിനേഴ്സ് ബ്രായിൽ നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് കാണാം. ഇത് ആദ്യത്തെ ഒരു മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്കും താഴെ നല്ല സപ്പോർട്ടുണ്ട്, സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്, തിൻ സ്ട്രാപ്പാണ്, റിമൂവബിൾ സ്ട്രാപ്പുമാണ്. അതായത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് ഇടാം. ബാക്കിൽ ഈ വിഡ്ത്താണ് വരുന്നത്. ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് വെച്ചാൽ ഈ കാണുന്നതൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. ഇതിന് സൈസ് എന്ന് വെച്ചാൽ സ്മോൾ, മീഡിയം, ലാർജ് ആണ് സൈസ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 249 രൂപയാണ്. ഇത് നമ്മളുടെ രണ്ടാമത്തെ ടൈപ്പ് ബിഗിനേഴ്സ് ബ്രാ ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് ഹൊസൈരി മെറ്റീരിയൽ, അതായത് ബനിയൻ മെറ്റീരിയലുള്ള ബിഗിനേഴ്സ് ബ്രാ ആയിരുന്നു. ഇത് വരുമ്പോഴത്തേക്കും മൊഡാൽ ഫാബ്രിക് വരും. മൊഡാൽ എന്ന് പറയുമ്പോഴത്തേക്കും ബനിയൻ മെറ്റീരിയലിനേക്കാളും സോഫ്റ്റ് ആയിരിക്കും, അതിനേക്കാളും സ്ട്രെച്ചബിൾ ആണ്, കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഇതാണ്. അതായത് മൊഡാൽ എന്ന് പറയുന്ന ഫാബ്രിക് വുഡ് പൾപ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആണ്, പ്രീമിയം ആണ്. ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ താഴെ നിന്ന് സപ്പോർട്ടുണ്ട്, തിന്നായിട്ടുള്ള സ്ട്രാപ്പാണ്, അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്. ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബാക്കിലാണ്, സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബാക്കിലാണ്. അതായത് ഫ്രണ്ടിൽ മുകളിൽ കാണാണ്ട, ഷോൾഡറിൻ്റെ അവിടെ വേണ്ട, ബാക്കിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ റിമൂവബിൾ ആയിട്ടുള്ള സ്ട്രാപ്പ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ക്രോസ് ആയിട്ടും ഇടാൻ പറ്റും. ഇതിൻ്റെ വില വരുമ്പോഴത്തേക്കും 385 രൂപയാണ്. അവൈലബിൾ അസോർട്ടഡ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. ഇതിൽ 30 മുതൽ 36 വരെയുള്ള സൈസുകളിൽ അവൈലബിൾ ആണ്. ഇത് അടുത്ത ടൈപ്പ് ബിഗിനേഴ്സ് ബ്രാ ആണ്. ഇതും ഫാബ്രിക് വരുമ്പോഴത്തേക്കും മൊഡാൽ ഫാബ്രിക് ആണ്. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടൊരു പ്രൈസാണ്, 260 രൂപയാണ്. ഇതിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, ബാക്കിൽ ക്രോസ് ആയിട്ട് ഇടാൻ പറ്റും. ഇതിങ്ങനെ ബ്ലൂ, പിങ്ക്, സ്കിന്ന് ഇങ്ങനെ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. സൈസ് അവൈലബിൾ എന്ന് വെച്ചാൽ ഇതിന് എക്സ്ട്രാ സ്മോൾ സൈസും അവൈലബിൾ ആണ്, പിന്നെ സ്മോൾ, മീഡിയം അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ അടുത്തൊരു മോഡലാണ്. ഈ ഒരു മോഡൽ നമ്മൾ ഷോപ്പിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ 28 സൈസിൽ വേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാ കമ്പനികളിലും 28 സൈസിൽ ബിഗിനേഴ്സ് ബ്രാ കാണില്ല. അപ്പോൾ നമ്മൾ 28 സൈസിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആക്കിയേക്കുന്ന ഒരു മോഡലാണ് ഇത്. ഇത് വരുമ്പോഴത്തേക്കും സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, സ്ട്രാപ്പ് റിമൂവബിൾ ആണ്, അതായത് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം.
താഴെയുള്ള ബാൻഡ് ഔട്ടർ ഇലാസ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് 269 രൂപയാണ്. ഇത് നമ്മളുടെ വി സ്റ്റാറിലുള്ള ഒരു ബിഗിനേഴ്സ് ബ്രാ ആണ്. ഇതിന് ഔട്ടർ ഇലാസ്റ്റിക് ആയിട്ടുള്ള ബാൻഡാണ് താഴെയുള്ളത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്, അതായത് സെൻറ്ററിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് 277 ആണ്. 30 മുതൽ 34 സൈസ് വരെ വൈറ്റ് ബ്ലാക്ക് സ്കിന്നിൽ അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് റേഞ്ചിലുള്ളൊരു ബിഗിനേഴ്സ് ബ്രാ ആണ്. ഇതിൻ്റെ ഫാബ്രിക് വരുമ്പോഴത്തേക്കും ഹൊസേരി ഫാബ്രിക് ആണ്. താഴെ നല്ല വീതിയുള്ള സപ്പോർട്ടുള്ള ബാൻഡ് ഉണ്ട്. ബോഡി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്. റിമൂവബിൾ അല്ല, അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 93 തൊട്ട് 96 വരെയാണ് പ്രൈസ് വരുന്നത്. സൈസ് ഇത് 28 സൈസിലും അവൈലബിൾ ആണ്. 28 മുതൽ 36 വരെ സൈസ് അസോർട്ടഡ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ബിഗിനേഴ്സ് ബ്രായിൽ അതായത് വീതിയുള്ള സ്ട്രാപ്പ് വേണം എന്നുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. ഇതിൻ്റെ വില വരുമ്പോഴത്തേക്കും 198 ആണ്. അതായത് അഫോർഡബിൾ പ്രൈസ് ആണ്. നമ്മളുടെ അസോർട്ടഡ് കളേഴ്സിൽ അവൈലബിൾ ആണ്. 30 മുതൽ 36 വരെ സൈസ് അവൈലബിൾ ആണ്. സ്ട്രാപ്പ് ഇങ്ങനെ ബ്രോഡായിരിക്കും. നമുക്കിനി അടുത്തത് പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ എന്താണെന്ന് നോക്കാം. പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് ബിഗിനേഴ്സ് സ്റ്റേജ് കഴിഞ്ഞു എന്നാൽ നമ്മളുടെ റെഗുലർ ബ്രാ ഇട്ട് തുടങ്ങുകയും ചെയ്യേണ്ട ആ ഒരു പ്രായം, അതായത് ബിഗിനേഴ്സ് ബ്രായ്ക്കും റെഗുലർ ബ്രായുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രാകളാണ് പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ. നമ്മൾ ഇപ്പോൾ സ്പോർട്സ് ബ്രാ ബിഗിനേഴ്സ് സ്റ്റേജിൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ പോസ്റ്റ് ബിഗിനേഴ്സ് സ്റ്റേജിൽ നമുക്ക് സ്പോർട്സ് ബ്രായുടെ ലോ ഇമ്പാക്ട് ബ്രാ ഉപയോഗിക്കാം. അതായത് സ്പോർട്സ് ബ്രായിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്: ലോ ഇമ്പാക്ട്, മീഡിയം ഇമ്പാക്ട്, ഹൈ ഇമ്പാക്ട്. ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫിസിക്കൽ ആക്ടിവിറ്റി ഏറ്റവും കുറവായിട്ട്, അതായത് ഏറ്റവും കുറവായിട്ട് ചെയ്യുമ്പം ഉപയോഗിക്കുന്ന സ്പോർട്സ് ബ്രാ ആണ് ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ യോഗ ചെയ്യില്ലേ, ആ ഒരു യോഗ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ ആണ്. ആ ലോ ഇമ്പാക്റ്റ് ഉള്ള സ്പോർട്സ് ബ്രാ നമുക്ക് പോസ്റ്റ് ബിഗിനേഴ്സ് സ്റ്റേജിലും ഉപയോഗിക്കാൻ പറ്റും. ബിഗിനേഴ്സ് ബ്രായും പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രായും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ താഴേന്ന് സപ്പോർട്ട് അത് രണ്ടിലും കോമൺ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നടുക്കൂന്ന് ഇങ്ങനെ ഒരു ഡിവിഷനുണ്ട്. അതായത് നമ്മൾ ബിഗിനേഴ്സ് ബ്രായിൽ നടുക്ക് ഇങ്ങനെ ഒരു കപ്പ് ഡിവിഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രായിൽ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ടൊരു ഡിവിഷൻ ഇല്ല, എന്നാൽ ചെറിയൊരു സെപ്പറേഷൻ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റിച്ച്, ആ ഒരു ഷേപ്പായിട്ടല്ല, ജസ്റ്റ് ചെറുതായിട്ടൊരു സെപ്പറേഷൻ പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രായിൽ വരുന്നുണ്ട്. പിന്നെ ബിഗിനേഴ്സ് ബ്രായിനേക്കാളും സ്ട്രെച്ചബിലിറ്റി കുറവായിരിക്കും പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രായിൽ വരുന്നത്, അതായത് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇത് കോളിൻ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിന് 30 മുതൽ 40 വരെ സൈസുകളിൽ ഈ ഒരു പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ അവൈലബിൾ ആണ്. ഇതിൻ്റെ വില വരുമ്പോഴത്തേക്കും 275 ആണ്. അതേപോലുള്ള ഒരു പാറ്റേൺ ആണ് ഇത് വി സ്റ്റാറിലാണ്. ഇത് വരുമ്പോഴത്തേക്ക് അസോർട്ടഡ് കളേഴ്സ് ആണ്. വി സ്റ്റാറിൽ വരുമ്പം സെയിം പാറ്റേൺ തന്നെയാണ്. ഇത് വൈറ്റ് ബ്ലാക്ക് സ്കിന്നിൽ അവൈലബിൾ ആണ്. ഇതിനും ഇതുപോലെ നടക്കുന്നൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില 283 ആണ്. വൈറ്റ് ബ്ലാക്ക് സ്കിൻ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ അടുത്തൊരു ടൈപ്പ് പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ ആണ്. ഇത് വരുമ്പോഴത്തേക്കും അമാൻഡി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് ഒരു ഹൊസേരി മിലാഞ്ചെ ഫാബ്രിക് ആണ് വരുന്നത്. ഇതിൻ്റെ ബാക്കൊക്കെ കണ്ടോ, ഇതുപോലെ നല്ല വീതിയിൽ സപ്പോർട്ടുള്ള ടൈപ്പ്, അതായത് സൈഡിലും ഫുൾ കവറായി വരുന്ന രീതിയിലുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സെപ്പറേഷൻ ഇങ്ങനെ ജസ്റ്റ് ഒരു സെപ്പറേഷൻ ഉണ്ട്. താഴേന്ന് നല്ല ഷേപ്പ് തിരിച്ചുള്ളൊരു സപ്പോർട്ടുണ്ട്. പിന്നെ ഇതിന് ഇവിടെ സൈഡിലുള്ള വിങ്സിനാണെങ്കിലും നല്ല വീതിയിലുള്ള കവറേജ് ഉണ്ട്. ഈ ഒരു ബ്രാ ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേഷൻ താഴേന്നൊരു സപ്പോർട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിക്കാനായിട്ടാണ്. ഇവിടെ കണ്ടോ, നമ്മൾ ആ ഒരു ബിഗിനർ സ്റ്റേജ് കഴിഞ്ഞ് അടുത്തൊരു ചെറിയൊരു ഗ്രോത്ത് വളർന്ന സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു മോൾഡഡ് ഷേപ്പ് ഇതിനുണ്ട്. എന്നാൽ ഇതിന് സെപ്പറേഷൻ കംപ്ലീറ്റ് അല്ല, എന്നാൽ ചെറുതായിട്ടൊരു സെപ്പറേഷനും ഉള്ള രീതിയിൽ. ഇത് താഴേന്ന് ഈ ഒരു ഷേപ്പിൽ വന്ന് സപ്പോർട്ടായിട്ടുള്ളത്, അതായത് ആദ്യം ബിഗിനർ സ്റ്റേജ് കഴിഞ്ഞ് പോസ്റ്റ് ബിഗിനർ സ്റ്റേജിലുള്ളവർക്ക് ധരിക്കാൻ ഏറ്റവും നല്ലൊരു പാറ്റേൺ ആണിത്. ഇത് 4 അവൈലബിൾ കളേഴ്സ് ഉണ്ട്. ഇത് 2 ഉണ്ട്. പിന്നെ ലൈറ്റ് കളേഴ്സ്, ലൈറ്റ് ഗ്രേയും ഉണ്ട്, ബ്ലൂ കളറും ഉണ്ട്. അങ്ങനെ 4 അവൈലബിൾ കളേഴ്സിൽ ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആണ്.
പിന്നെ ഇത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ സൈസുകളിൽ അവൈലബിൾ ആണ്. വില വരുമ്പോഴത്തേക്കും 445 ഇത് നമ്മളുടെ അടുത്തൊരു പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ. പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ എന്ന് പറയുന്നതിനേക്കാളും ഒരു മൾട്ടി പർപ്പസ് ബ്രാ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ഇത് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത്. ഇതിൽ ലൈറ്റ് പാഡഡ്, അതായത് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് പാഡഡ് ബ്രാ വേണം, അതായത് ഈ നിപ്പിൾ കൺസീലർ പർപ്പസിന് വേണ്ടിയിട്ട് ലൈറ്റ് പാഡ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു പർപ്പസിൽ ഇത് നമുക്ക് പോസ്റ്റ് ബിഗിനേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റും. തീരെ ലൈറ്റ് ആയിട്ടുള്ളൊരു പാഡാണ്. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ ടീഷർട്ട് ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ലൈറ്റ് പാഡ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള പർപ്പസിൽ നമുക്കിത് പോസ്റ്റ് ബിഗിനേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഈ പാഡ് മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ബിഗിനേഴ്സിലും ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ബാൻഡ് വരുമ്പോഴത്തേക്കും നല്ല വീതിയുള്ള ബാൻഡാണ്. 30 മുതൽ 40 വരെ സൈസുകളിൽ അവൈലബിൾ ആണ്. 495 രൂപയാണ് ഇതിൻ്റെ വില. ഇത് വേണമെങ്കിൽ നമുക്ക് നൈറ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതായത് 3 പർപ്പസിൽ ഉപയോഗിക്കാം. ഒന്ന് ബിഗിനേഴ്സ് ബ്രാ ആയിട്ട് ഉപയോഗിക്കാം. 2 പോസ്റ്റ് ബിഗിനേഴ്സ് ബ്രാ ആയിട്ട് ലൈറ്റ് പാഡിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്തെ നമ്മൾ നൈറ്റ് ബ്രാ ആയിട്ട്, അതായത് കിടക്കാൻ നേരം ഉപയോഗിക്കാനുള്ള ബ്രാ ആയിട്ട് ഉപയോഗിക്കാം. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല ടൗണിൽ MC റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, അതായത് മോറ്, ബാറ്റ, ബേബി കെയർ, ചിക്കിങ് എന്നീ സ്ഥാപനങ്ങളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതുകൂടാതെ നമുക്ക് കോട്ടയം, തെള്ളകം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നീ ടൗണുകളിലും ബ്രാഞ്ചസ് ഉണ്ട്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്പീഡ് പോസ്റ്റ് വഴി ഐറ്റം അയച്ചു തരുന്നതാണ്. സ്പീഡ് പോസ്റ്റിൽ അയക്കുന്ന സാധനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നേരിട്ട് കിട്ടും. ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഐറ്റം സെലക്ട് ചെയ്യാൻ വാട്സാപ്പ്, വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോളും ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.